ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണല്ലേ. അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, അതെനിക്ക് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു, എനിക്കത് കഴിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയത്തില്ല. ഇവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ സാധിച്ചു. കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീരും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി ആ ഒരു അർത്ഥത്തിലല്ല, എനിക്ക് സാധിച്ചു, എനിക്ക് പറ്റി എന്നൊക്കെ പറയത്തില്ല. അങ്ങനെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സക്ക. സക്ക അല്ലെങ്കിൽ പായ. ഈ രണ്ട് വേർഡ് ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ, സെയിം അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ക്രിയകളിൽ കയറ്റി സംസാരിക്കുന്നതെന്നാണ്. ഓക്കെ, നമ്മൾ എന്നും നോക്കുന്ന ക്രിയയാണ് ആന, ജാന, ഖാന എന്നുള്ളത് അല്ലെ. ആന വരിക, ജാന പോവുക, ഖാന കഴിക്കുക എന്ന് പറയുന്ന. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോ, എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞു എങ്ങനെയാ പറയാ? മേക്കൽ ആ സക്ക. സക്ക എന്നാ പറഞ്ഞ കേട്ടോ, അല്ലെങ്കിൽ ആ പായ. എനിക്ക് ഇന്നലെ ഇവിടെ വരാൻ സാധിച്ചു എന്ന് പറയുന്നതാ. മേക്കൽ യഹാം ആ സക്ക അല്ലെങ്കിൽ ആ പായ. ഓക്കെ, എനിക്ക് അവിടെ പോകാൻ സാധിച്ചു. മേ വഹാം ജാ പായ അല്ലെങ്കിൽ ജാസക. മേ വഹാം ജാസക, എനിക്ക് അവിടെ പോകാൻ സാധിച്ചു. മേ വഹാം ജാ പായ, എനിക്ക് അവിടെ പോകാൻ സാധിച്ചു. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാ കേട്ടോ, സക്ക പറഞ്ഞാലും പായ പറഞ്ഞാലും. ഇനി അതുപോലെ എനിക്കത് കഴിക്കാൻ സാധിച്ചു എന്നുള്ള പറയല്ലേ, എനിക്കത് കഴിക്കാൻ പറ്റി എങ്ങനെയാ പറയാ? മേവോ കാ. കാനയുടെ നാ കട്ട് ചെയ്തിട്ട് കാസക്ക. ഇങ്ങനെയാണ് നമ്മൾ ഈ വെർബ് മാറ്റം വരുന്നത് കേട്ടോ. ആനയുടെ നാ കട്ട് ചെയ്ത് ആസക്ക പറഞ്ഞു അല്ലെങ്കിൽ ആപ്പായ പറഞ്ഞു. ജാനയുടെ നാ കട്ട് ചെയ്ത് ജാസക്ക, ജാപ്പായ അല്ലെ. അതുപോലെ ഖാനയുടെ നാ കട്ട് ചെയ്തിട്ട് മേവോ ഖാസക്ക അല്ലെങ്കിൽ ഖാപ്പായ. എനിക്കത് കഴിക്കാൻ സാധിച്ചു, കഴിക്കാൻ കഴിഞ്ഞു, കഴിക്കാൻ പറ്റി എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സക്ത പറഞ്ഞില്ലയോ, അവിടെയും മേ വെച്ചിട്ടാ പറഞ്ഞ. അവിടെ മുജേന്നല്ല എനിക്ക് അർത്ഥം വരാനാട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും മേയാണ് പറയാ. ഇനിയിപ്പോ മുജ പറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവാഴിക്കൊന്നുമില്ല കേട്ടോ. അർത്ഥം മുജ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയാണല്ലോ. മേ ജാസക്ക എന്ന് പറയാ. മേ ജാസക്ക അല്ലെങ്കിൽ മേ ജാപ്പായ, മേ ആസക്ക, എനിക്ക് വരാൻ സാധിച്ചു, അങ്ങനെയാ പറയാ. ഇനി ജസ്റ്റ് ഒരു ക്രിയയും കൂടി ഞാൻ പറയാം. എനിക്കിത് ചെയ്യാൻ സാധിച്ചു എങ്ങനെയാ പറയാ? എനിക്കിത് ചെയ്യാൻ സാധിച്ചു. മേയെ ചെയ്യുക എന്ന് പറയുന്ന ക്രിയ ഏതാണ്? കർണ അല്ലെ. അവിടെ കർസക്ക, നാ കട്ട് ചെയ്തോളൂ. കർസക്ക, മേയെ കർസക്ക. എനിക്കിത് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ മേയെ കർപ്പായ. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആണ്. ക്രിയകളുടെ ഓരോ രൂപമാറ്റങ്ങളും ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹിന്ദി സംസാരിക്കാനായിട്ടുള്ള ഏറ്റവും ഒരു വലിയൊരു പോർഷൻ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 50 days ക്ലാസ് റണ്ണിങ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ 1500 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.